ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ചിക്കൻ കറി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സിമ്പിൾ ചിക്കൻ കറി, ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു ചിക്കൻ കറി. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതയ്ക്കുക, അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകം കുറച്ചിടുക, ചെറിയ ജീരകമല്ല പെരുംജീരകം ഇടുക. അതിനുശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് അതിലേക്ക് ഇടുക. നന്നായി മൂക്കുമ്പോൾ കുറച്ച് സബോള, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അതൊരു കുറച്ചൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചുള്ള തക്കാളി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. കുറച്ച് ഉപ്പിട്ടെന്ന് വെച്ചാൽ വേഗം വഴന്ന് കിട്ടും. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കി ഏകദേശം ഈ കളർ ചേഞ്ചായി ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരണം. ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കുക. ഈ സമയത്ത് സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന്, അതായത് ചിക്കൻ എടുക്കുന്നതിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇത് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഗരം മസാലയൊക്കെ ആണെങ്കിൽ ഈ സ്റ്റേജിൽ ആഡ് ചെയ്യാം, അല്ല ചിക്കൻ മസാല ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ലാസ്റ്റ് ആഡ് ചെയ്യുക. നമ്മൾക്ക് ഇത് രണ്ടും ഇതിൽ ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കുക ഈ മസാലയിലേക്ക്. എന്നിട്ട് അത് നന്നായി ഒന്നുകൂടി തിളക്കട്ടെ. അതിലേക്ക് നമ്മൾ നന്നായി കഴുകി ഒരു 4 വട്ടം കഴുകി വൃത്തിയാക്കി വെച്ചുള്ള ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി ചെറിയ പീസ് ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസായിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി വെച്ച് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചാൽ മാത്രം പോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ചിക്കനിലേക്ക് തന്നെ വെള്ളം വന്നോളൂ കേട്ടോ. ഇടയ്ക്ക് നന്നായി വേവണ വരെ അടച്ച് വെച്ച് തന്നെ വയ്ക്കുക. അടിപൊളി ചിക്കൻ കറി റെഡിയുണ്ട്. കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ വെച്ചൊന്ന് അലങ്കരിച്ച സൂപ്പർ